അത് ഏറ്റവും നിർണായകം സുധാകരൻ ഇന്നിപ്പോൾ ഡൽഹിക്ക് പോകുമോ എന്നുള്ള കാര്യം തന്നെയാണ്. കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ആ ഒരു കടുംപിടുത്തത്തിൽ സുധാകരൻ തുടരുകയാണെങ്കിൽ മത്സരിക്കാൻ സന്നദ്ധമായി നിൽക്കുന്ന മറ്റ് മുതിർന്ന നേതാക്കളൊക്കെ തന്നെയുണ്ട്. ഹൈക്കമാൻഡ് സത്യത്തിൽ തന്നെ തലവേദനയായൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഇന്ന് അദ്ദേഹം പോകുന്നുണ്ടോ അജീഷ് ഡൽഹിക്ക്? അതെ, ഇന്നലെ വരെ പറഞ്ഞിരുന്നത് അദ്ദേഹം ഇന്ന് ഡൽഹിക്ക് പോകും. ഇന്ന് രാവിലെ ഡൽഹിക്ക് തിരിക്കും. രാഹുൽ ഗാന്ധിയും ഖർഗെയും കാണും എന്നാണ് അദ്ദേഹം ഇന്നലെ വരെ അറിയിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും അറിയിച്ചിരുന്നത് അതാണ്. പക്ഷേ ഇന്നലെ രാത്രിയോടെയാണ് തീരുമാനത്തിൽ ചില മാറ്റങ്ങൾ വന്നു എന്ന് സംശയമുണ്ട്. കാരണം അദ്ദേഹം പോകുന്നില്ല എന്നുള്ള ചില സൂചനകളൊക്കെ പുറത്ത് വരുന്നുണ്ട്. അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കില്ല എന്നുള്ളൊരു ഉറപ്പൊക്കെ, അല്ലെങ്കിൽ എംപിമാർ മത്സരിക്കേണ്ട എന്നുള്ള നിലപാട് കേന്ദ്ര നേതൃത്വം എടുത്തതോടെ ഇനി ഡൽഹിയിലേക്ക് പോയിട്ട് കാര്യമില്ല എന്ന ഒരു ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് പോയിട്ടുണ്ടോ എന്നൊരു കാര്യത്തിൽ ഉറപ്പ് നമുക്ക് ഇതുവരെയും ഉറപ്പ് പറയാനായിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ സീറ്റ് സംബന്ധിച്ച കാര്യം, അദ്ദേഹം കണ്ണൂരിൽ തന്നെ മത്സരിക്കണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നേതൃത്വം അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം തുടരുന്നുണ്ടെങ്കിൽ അതിനൊന്നും കെ സുധാകരൻ വഴങ്ങുന്നില്ല. ഡൽഹിയിലേക്ക് വിളിപ്പിച്ച രാഹുൽ ഗാന്ധി ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നേതൃത്വം നടത്തിയത്. പക്ഷേ അദ്ദേഹം ഇതുവരെയ്ക്കും അതിന് വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കെ സുധാകരൻ ഡൽഹിയിലേക്ക് പോകുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും ആകാംക്ഷ തുടരുകയാണ്, അനിശ്ചിതത്വം തുടരുകയാണ്. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ ഈ പറയുന്നത് പോലെ കെ സുധാകരന് വലിയ സ്വാധീനമുള്ളൊരു മേഖലയാണ്. അവിടെ ഈ പറയുന്ന പോലെ കെ സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന് പറയുന്നവരിൽ ഭൂരിഭാഗവും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുടെയൊക്കെ നേതാക്കളുണ്ട്. പക്ഷേ അതല്ല, സിറ്റിംഗ് എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലയിലേക്ക് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ആ തീരുമാനത്തിൽ മാറ്റങ്ങൾ വേണ്ട എന്ന നിലയിലേക്കാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ഫോർമുല ഉപയോഗിച്ച് സുധാകരനെ അനുനയിപ്പിക്കണം, അതിലാണ് ഇപ്പോൾ നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെയൊക്കെ ഒരു വലിയ തലവേദന കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.